ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ അടുക്കളയിൽ അധികം പാചകവും കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ അങ്ങോട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ അടുക്കള ഭരണമൊക്കെ. അപ്പോൾ രാവിലെ തന്നെ ഐശ്വര്യമായിട്ടൊരു ചായയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ വെക്കേഷൻ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇന്നൊരു സ്പെഷ്യൽ ഇഡലിയാണ്. മാവ് കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും ഇത് റാഗി ഇഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അല്ല കേട്ടോ, ഇത് നമ്മുടെ മാപ്പിള ചമ്പ എന്ന് പറയുന്ന ഒരു അരിയുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മാവ് അരച്ച് വെച്ചതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ മാവെല്ലാം ഇഡലി പാത്രത്തിലൊക്കെ കോരി ഒഴിച്ച് അതിനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഇഡലി റെഡിയാകും. ശരിക്കും പറഞ്ഞാൽ മാവുണ്ടെങ്കിൽ എന്തോ ഒരു സമാധാനം എന്നറിയാമോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഒരു കൂളാണ്. അപ്പോൾ ഇന്ന് ഇഡലിയുടെ കൂടെ സാമ്പാർ ഉണ്ടാക്കുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നു ചട്നി അരയ്ക്കാമെന്ന്. നല്ല തട്ടുകട സ്റ്റൈൽ ചമ്മന്തി. അപ്പോൾ തേങ്ങ പൊട്ടിച്ച് നോക്കി മണത്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ചില തേങ്ങ ചിലപ്പോൾ ഒരു കനച്ച സ്മെല്ലുണ്ടാവും. എന്തായാലും ഇതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല തേങ്ങയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അപ്പോൾ ചമ്മന്തി തന്നെ. അപ്പോൾ ഇത് കൊള്ളത്തില്ലെങ്കിലായിരുന്നു അടുത്ത പ്ലാൻ ഞാൻ തക്കാളി ചട്നി അരയ്ക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്തായാലും ഇല്ല. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഡിഷ് വാഷറിൽ ഇട്ടിട്ടുള്ള പാത്രങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പം തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പാത്രം മാത്രം എടുത്ത് ബാക്കിയൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇനി എല്ലാം എടുത്ത് വെക്കണം. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ പെട്ടെന്നൊന്ന് പറയാം. തേങ്ങ വേണം, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ, അതാണ് എരിവിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറിയുള്ളി വേണം, ഒരു 2-3 ചെറിയുള്ളി, ഇഞ്ചി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്ക് വേണമെങ്കിൽ പൊട്ടുകടല ചേർക്കാം. ഞാൻ ചില ദിവസം ചേർക്കും, ചില ദിവസം ചേർക്കാറില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ കടുക് താളിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് വേണം കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ടും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളി ചമ്മന്തിയാവും. കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ, ഒരുപാട് അങ്ങ് തിക്കായിരിക്കത്തില്ല ഈ ചമ്മന്തി. അപ്പോൾ ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് ഇങ്ങനെ ഇഡലിയൊക്കെ അതിൽ മുങ്ങിക്കിടന്ന് അങ്ങനെ കഴിക്കണം കേട്ടോ. അപ്പോഴത്തേന് ഇഡലിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. ഞാൻ പിന്നെ ചമ്മന്തി കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ഇത് ഇച്ചിരി ദൂരം ഉണ്ട് കേട്ടോ അടുക്കളയിൽ നിന്ന് ഡൈനിങ് ടേബിളിൽ വരെ. അല്ലെ ഓരോ പ്രാവശ്യം അവർക്ക് വിളിച്ചുകൊണ്ടിരിക്കുക എനിക്കിതാന്ന്. അപ്പം ഇതാകുമ്പോൾ എല്ലാം കൊണ്ട് അവിടെ കൊണ്ട് വെച്ചെങ്കിൽ എല്ലാവരും അവരവരുടെ ആവശ്യത്തിനെടുത്ത് കഴിച്ചോളുമല്ലോ. പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെയാണ് എല്ലാവരും കൂടി ഇരുന്നൊന്ന് കഴിക്കാൻ പറ്റുക. അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ ഓട്ടമാണ്. കാരണം നല്ല ബിസിയാണ് ഇപ്പോൾ കേട്ടോ. അതുകൊണ്ടൊക്കെ കൂടിയാണ് എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് വീഡിയോ ഇടാനും പറ്റാത്തത്. ശരിക്കും പറഞ്ഞാൽ ഇടണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വ്യൂസൊക്കെ വീണ്ടും കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യൂ. ലൈക്ക് ചെയ്യുന്നതിന് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇന്ന് മീൻകറി, മീൻ വറുത്തതും വെണ്ടയ്ക്ക മെഴുക്കോട്ടിയൊക്കെയാണ്. ഞാൻ പറക്കുകയാണ്. ഞാൻ ജിമ്മിൽ പോകണം കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റായി എന്നും പോകുന്ന ടൈമിനെക്കാട്ടി. നമ്മൾ പഴയ വീടിനെക്കാട്ടിൽ അവിടെ നിന്നതിനേക്കാട്ടിലും ഒരു 15 മിനിറ്റ് എക്സ്ട്രാ ഉണ്ട് ഇവിടുന്ന് ജിമ്മിലേക്ക്. പക്ഷേ ഇവിടെ സ്കൂളൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ക്രോസ് ചെയ്ത് മേളിൽ പോകണം. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ട്രിപ്പ് തുടങ്ങുന്ന ഞാനിപ്പോൾ പോകുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ട് ഒരു 10-15 മിനിറ്റ് നിർത്തിയിട്ടു. അപ്പോൾ നേരെ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ടൈം ലാഭിക്കാം. അങ്ങനെ കുറച്ച് ദൂരം കൂടെ നടന്ന പോലെ ഇരിക്കും. എന്തായാലും ജിമ്മിൽ ഇപ്പോൾ നടക്കാനാണല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ നടന്നിട്ട് പോവാം. ഈ ബസ് സ്റ്റോപ്പിൽ നിന്നായിരുന്നു വർഷക്കുട്ടി സ്ഥിരമായിട്ട് കയറുന്നത്. ആൾക്കാരൊക്കെ ഓടുന്നു, ചാടുന്നു. എന്നാലും ഇവിടെ പൊതുവെ ആൾക്കാർ കുറവാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല വെയിലായിരുന്നു. ഈ ആഴ്ച വീണ്ടും പതുക്കെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഫുള്ള് കാടാണ്. സമയമുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് ബാക്കിലോട്ട് മാറ്റി ഇട്ടേക്കണത്. കറക്റ്റ് ടൈം ആകുമ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലും ഉണ്ട്, ആ സ്റ്റോപ്പിൻ്റെ അവിടെ കൊണ്ട് നിർത്തും. നമുക്ക് അവിടെ പോയി നിൽക്കാം. ആരുമില്ല കണ്ടല്ലേ. ഇപ്പോൾ ഈസ്റ്ററിൻ്റെ അവധി ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചോറൊക്കെ വെക്കാതെ ഇറങ്ങാൻ പറ്റുമല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ കറക്റ്റ് ഒരു 10-10ൻ്റെ ഒരു ബസ് ഉണ്ടായിരുന്നു, അതിനായിരുന്നു പോകുന്നത്. പക്ഷേ 2 ദിവസം ഒരു ഇടയ്ക്കൊരു ബ്രേക്ക് വന്നപ്പോൾ എൻ്റെ കുഞ്ഞി എല്ലാം താളം തെറ്റി. വീണ്ടും പഴയ റൂട്ടീൻ വരണം. അപ്പോഴത് കറക്റ്റ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ആരുമില്ല ബസ്സിൽ. മനുഷ്യരില്ല, മനുഷ്യരില്ല.
ഇപ്പോൾ ഒരു ദിവസം ജിമ്മിൽ പോയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. അത് എപ്പോഴാണ് കൂടുതലെന്ന് അറിയാമോ വിഷമം? നമ്മൾ ഫുഡൊക്കെ കഴിക്കത്തില്ലേ ആ സമയത്ത് അയ്യോ ഒന്നുമേ ചെയ്യാതിരുന്ന് ഫുഡ് കഴിക്കണമെന്ന് തോന്നും. അതൊരു മാനസിക പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാലും അത് കണ്ടിന്യൂസ് ആയിട്ട് പോയാലല്ലേ എന്തെങ്കിലും ഒരു ഗുണമുള്ളൂ. വെറുതെ 1 2 ദിവസം പോയിട്ട് പിന്നെ ഒരാഴ്ച പോകാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ ജിമ്മിൽ വന്ന ഉടനെ ഞാൻ ചെയ്യുന്നത് ഈ ഒരു മിററിൽ എന്നും ഒരു ഫോട്ടോ എടുക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി. പെട്ടെന്ന് അങ്ങനെ വിസിബിളായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും തോന്നുകയില്ല. പോകെ പോകെ വരും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്നങ്ങ് കുറേ ഇത് മാജിക്കൊന്നും അല്ലല്ലോ. കുറേ വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടല്ലോ ശരീരത്തെ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയണമെങ്കിൽ നല്ല ടൈം എടുക്കും. അങ്ങനെ ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ പുതിയ വാക്വം ക്ലീനർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് വിവാൻകുട്ടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്ന ഉടനെ നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഒരുപാട് നാളായി ഈവനിങ് സ്നാക്ക് വല്ലതും ഉണ്ടാക്കിയിട്ട്. അപ്പം കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചതാണ് ഈ ഒരു ബേബി കോൺ. അപ്പോൾ അതിനെ കാണുമ്പോൾ എടുത്ത് വെളിയിൽ വെക്കും. എന്നിട്ട് എടുത്ത് അകത്ത് തിരിച്ച് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെക്കും. മടി പിടിക്കും. ഇനി എണ്ണയിലൊക്കെ വറക്കണോ പൊരിക്കണോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിനെ ഒന്ന് ഫ്രൈ ചെയ്യാം. കുറച്ച് കോളിഫ്ലവറും ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോഴേ വെച്ചാൽ തന്നെ ഞാനിതൊക്കെ കലക്കിയെടുത്ത് വരുമ്പോഴത്തേന് അത് ചൂടായി കിട്ടത്തുള്ളൂ. കാരണം ഇത് ഇലക്ട്രിക് സ്റ്റൗ ആണ് കേട്ടോ. ഗ്യാസ് ആണെങ്കിൽ കുറച്ച് പെട്ടെന്നാവും. പക്ഷേ ഇലക്ട്രിക് സ്റ്റൗ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഒരു തവണ അങ്ങ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് ഇതാവും കേട്ടോ. പിന്നെ അങ്ങ് കരിയാൻ തുടങ്ങും. ഒന്ന് എന്താ പറയുക ഒന്നി അങ്ങ് അറ്റം ഒന്നിയല്ല ഇങ്ങേറ്റം അങ്ങനത്തെ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സ്റ്റൗ. കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ചൂട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ളൊരു മസാല റെഡിയാക്കണം. ഞാൻ ഇതിലേക്ക് നമ്മുടെ കടലമാവും കുറച്ച് അരിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കായപ്പൊടി പിന്നെ വെളുത്തുള്ളി പൗഡർ വേണം. അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചോ അല്ലെ അരച്ചോ ചേർത്താലും മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ പോലെ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് മുക്കി പൊരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവറോ അല്ലെങ്കിൽ വേറെ എന്താണ് പൊട്ടറ്റോയോ അതിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം ബേബി കോണാണ്. ബേബി കോൺ ഫസ്റ്റ് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടിരുന്ന കേട്ടോ അതൊന്ന് വേവാൻ വേണ്ടി. കോളിഫ്ലവറും അങ്ങനെ തന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം പിന്നെ ആണ് ബാറ്ററിൽ മുക്കി പൊരിക്കുന്നത്. ഇവിടെ അച്ഛനും മോളും കൂടെ ഇരുന്ന് സിനിമ കാണുകയാണ് കേട്ടോ. അപ്പോൾ സിനിമ കാണുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും കുറിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണല്ലോ. പുതിയ മൂവി ഏതെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് നമ്മൾ പഴയതിൽ തന്നെ എത്തി. ഇതൊരു പഴയ രജനീകാന്ത് പടമാണ് കേട്ടോ. ഗുരു ശിഷ്യ എന്ന് പറഞ്ഞാൽ അതിൽ പ്രഭു ഒക്കെ ഉള്ള ഒരു പടം. അതൊക്കെ ഇരുന്ന് കണ്ടു. പിന്നെ അതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മായാവി ഇട്ടേക്കുന്നത്. ഇവർ കുഞ്ഞായിരുന്നപ്പോൾ കണ്ടതാണ് മായാവിയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.